अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो,
मेरे लाडलो जागो, मेरे लाडलो जागो।
प्रभु मिलन की मस्तियों में झूमता मन गा रहा। पाना था जो पा लिया अब, और क्या बाकी रहा। पाना था जो पा लिया अब, और क्या बाकी रहा। प्रभु मिलन की मस्तियों में। हो गया जब प्रभु ही अपना, कौन कोई गैर है। सारी दुनिया अपनी है, अपना न किससे वैर है, अपना न किससे वैर है। ज्ञान सागर मन के गागर में समाता जा रहा। पाना था जो पा लिया अब, और क्या बाकी रहा। प्रभु मिलन की मस्तियों मस्ती मौलाई में है दौलत मिली प्रभु प्यार की। अब रही किस काम की ये सल्तनत संसार की, ये सल्तनत संसार की। जिंदगी जीने का हमको है मजा अब आ रहा। पाना था जो पा लिया अब, और क्या बाकी रहा। प्रभु मिलन की मस्तियों में। ऐसा साथी किसका होगा, रहे सदा जो साथ में। भव से पार लगा दे नैया, स्वर्ग दे सौगात में, जो स्वर्ग दे सौगात में। एक समंदर प्यार का है, आँखों में लहरा रहा। पाना था जो पा लिया अब, और क्या बाकी
ഓം ശാന്തി. ഗുഡ് മോർണിംഗ് ബാബ. ബാബയുടെ മധുരമഹവാക്യമാണ്, മക്കളെ, നിങ്ങൾ വിശ്വസേവകരാണ്. അതുകൊണ്ട് എൻ്റെ മക്കളിൽ അല്പം പോലും ദേഹാഭിമാനമുണ്ടാകരുത്. നിങ്ങൾ വേൾഡ് സെർവൻ്റാണ്. ഇന്നത്തെ ഈ പുലർകാലം വിശ്വസേവകനായ ബാബയുടെ കുട്ടിയായ ഞാൻ ബാബയ്ക്ക് സമാനം വിശ്വസേവകനായി മാറുകയാണ്. അമൃത് വേളയുടെ പൂർണ്ണ ലാഭമെടുക്കാൻ ഇരു കണ്ണുകളും തുറന്നു വയ്ക്കൂ. ബാബ രാജയോഗമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അമൃതവേള സമയത്ത് രാത്രി മുഴുവൻ ഉറങ്ങിയത് കാരണം കണ്ണുകളുടെ ശീലം താനെ അടഞ്ഞു പോകാനാണ്. അപ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. അതിനാൽ കൺമുന്നിലുള്ള ബാബ് ദാദയുടെ ചിത്രത്തിലേക്ക് കണ്ണുകൾക്ക് ആ ലക്ഷ്യസ്ഥാനം നൽകിക്കൊണ്ട് ഇരുനയനങ്ങളും വിടർന്ന കണ്ണുകളോടെ ഒപ്പം അകക്കണ്ണ് ഈശ്വരീയ ദൃശ്യങ്ങളും ഈശ്വരീയ ആനന്ദവും അനുഭവിക്കാൻ തുടങ്ങും. കണ്ണുകൾ പൂർണ്ണമായും തുറന്നിരിക്കട്ടെ. വിശ്വസേവകനായ ഞാൻ രാജയോഗിയാണ്. അകക്കണ്ണിൽ രാജാവിനെ കാണൂ. ദേഹമാകുന്ന ഈ രാജ്യത്തിലെ രാജ ഞാൻ ആത്മീയ ചൈതന്യമാണ്. നെറ്റിത്തടത്തിൽ ഭ്രകുടിയാകുന്ന സിംഹാസനത്തിൽ ആത്മാവാകുന്ന ഞാൻ രാജാവ് സ്വരാജ്യ അധികാരിയാണ്.
വിശ്വസേവകനായ എന്നെ ബാബ ആദ്യം പഠിപ്പിച്ചത് സ്വരാജ്യാധികാരിയാകാനാണ്. ആത്മാവായ എന്നിൽ നിന്ന് ഭ്രൂമധ്യത്തിൽ നിന്നൊഴുകുന്ന ആത്മീയ ശക്തി ആത്മാവാകുന്ന രാജാവിൻ്റെ പവർ, ശക്തികളുടെ കിരണങ്ങൾ എൻ്റെ ചിത്തവൃത്തിയെ, ചിത്തം വളരെ വളരെ ശാന്തമാക്കുകയാണ്. വൃത്തി, മനോവൃത്തി വൃത്തം വൃത്തമായി അന്തരാത്മാവിൽ ആത്മീയ ശക്തികളുടെ രാജസംസ്കാരത്തിൻ്റെ നിയന്ത്രണ ശക്തി, റൂളിംഗ് പവർ, കൺട്രോളിംഗ് പവർ, ആത്മീയ ശക്തികളുടെ മനോവൃത്തി രൂപം കൊള്ളുകയാണ്. ചിത്തം ശാന്തം, വൃത്തി ശുദ്ധം, പരിശുദ്ധിയുടെ ആത്മീയ ഊർജമൊഴുകി ദൃഷ്ടി, ആത്മീയ ദൃഷ്ടികോൺ, സർവാത്മാക്കളും ഭൈ ഭൈയാണ്. സർവമനുഷ്യരാശിയും ഭൈ ബഹനാണ്. പവിത്രമായ ദൃഷ്ടികോൺ ആത്മാവായ ഞാൻ സമ്പൂർണ്ണ രാജാവാണ്. കണ്ണുകളിൽ സമ്പൂർണ്ണ നിയന്ത്രണമുണ്ട്. പവിത്രതയുടെ ശക്തിയാൽ നിർവികാരി ദൃഷ്ടി, ആത്മാവായ എന്നെ ചതിക്കാൻ ഈ കണ്ണുകൾക്കിനി കഴിയില്ല. രാജാവായ എൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കണ്ണുകൾ. വിശ്വസേവാധാരിയാണ് ഞാൻ.
വിശ്വസേവകനായ എനിക്ക് ഈ വിശ്വമെമ്പാടുമുള്ളത് എൻ്റെ സഹോദരാത്മാക്കളാണ്. ആത്മാവാകുന്ന രാജാവ് വിശ്വസേവനത്തിനായി രാജാവായ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ മുഖം സന്തോഷത്തിലിരിക്കാനും സന്തോഷം പ്രദാനം ചെയ്യാനുമാണ്. ആത്മാവിൽ നിന്നൊഴുകുന്ന സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ ഊർജം മുഖമാസകലം സംതൃപ്തിയുടെ തിളക്കം, സന്തോഷത്തിൻ്റെ പ്രകാശം പരത്തി ഈ മുഖത്തിലൂടെയും വിശ്വസേവാധാരിയാണ് ഞാൻ. ഭഗവാന്റെ കുട്ടിയായ ഞാൻ സന്തുഷ്ടാത്മാവാണ്. ആത്മാവാകുന്ന രാജാവ് സഹയോഗത്തിൻ്റെ ഹസ്തങ്ങൾ നീട്ടി വൈകുന്നതുവരെ കളിയരങ്ങിൽ ഏതെല്ലാം ആത്മാക്കളോടൊപ്പമാണോ പാറിട്ട് സമയത്ത് സഹയോഗം നൽകുക, സഹയോഗത്തിൻ്റെ ശക്തി ആത്മാവിൽ നിന്നൊഴുകി കൈകാലുകളിലേക്ക് സർവശക്തികളുടെയും കരണ്ട് സഹയോഗത്തിൻ്റെ കരങ്ങളായി ഓരോ ചുവടിലും ബ്രഹ്മബാബയെ അനുകരിക്കുന്ന തരത്തിൽ ശ്രേഷ്ഠകർമ്മത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ചുവടുകൾ വയ്ക്കുക. ഇതാണ് എൻ്റെ രാജാവായ എൻ്റെ സ്വരാജ്യാധികാരിയായ എൻ്റെ സേവനം. അതിനാണ് ബാബ എനിക്ക് ഈ ശരീരമാകുന്ന രാജ്യം തന്നിരിക്കുന്നത്. സർവകർമ്മേന്ദ്രിയങ്ങളിലൂടെയും സേവനം ചെയ്യാൻ. നമ്പർ 1 വിശ്വസേവാധാരി ബ്രഹ്മബാബയുടെ അരികിൽ വദനത്തിൽ ബാബ് ദാദയുടെ അരികിലാണ് ഞാനിപ്പോൾ.
എത്ര നിരഹങ്കാരിയായി ബാബ വിശ്വസേവനം ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വയം പിന്നിലിരുന്നുകൊണ്ട് മക്കളെ മുന്നിൽ വെച്ച യജ്ഞപിതാവ് പിതാശ്രീ ബ്രഹ്മബാബ എത്ര മഹാൻ, പക്ഷേ എത്ര വിനയാന്വിതൻ, നിരഹങ്കാരിയായി സേവനം ചെയ്ത് കാണിച്ചു. ഇന്നും ഗുപ്തമായിരുന്ന മുഴുവൻ വിശ്വത്തിലും ബാബ സേവനം ചെയ്യുന്നു. ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായി തൻ്റെ സമ്പൂർണ്ണ മാലാഖ ശരീരം കൊണ്ട് മുഴുവൻ വിശ്വഭ്രമണം നടത്തി അവ്യക്ത രൂപത്തിൽ ബാബ സേവാധാരിയാണ്. ഈ അമൃതവേളയിലും ബാബ സേവാധാരിയെ പോലെ മക്കളുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാപ്ദാദ രണ്ടുപേരും വിശ്വസേവനത്തിനായി യോഗ്യനായ വിശ്വസേവാധാരിയാകാൻ ദേഹ അഭിമാനത്തിൻ്റെ പുറംചട്ട തകർത്ത് കളയാനായി ബാബ എനിക്ക് ദൃഷ്ടിയും വരദാനങ്ങളും നൽകുകയാണ്. കുഞ്ഞേ, ദേഹി അഭിമാനി ഭവ. അശരീരി ഭവ. വിദേഹി ഭവ. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി ഭവ. വിശ്വസേവാധാരിക്ക് വേണ്ടുന്ന എല്ലാ വരദാനങ്ങളും ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള ഈശ്വരീയ വരദാനങ്ങളെല്ലാം നൽകി ബാപ്ദാദ എനിക്ക്
സൂക്ഷ്മ കരണ്ട് നൽകിയിരിക്കുകയാണ്. ഈ വരദാനങ്ങളാൽ നിരാകാരി സ്വരൂപത്തിൽ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ബാബയുടെ അരികിൽ ബാബയുടെ ദിവ്യ പ്രകാശ കിരണങ്ങളാൽ വലയം ചെയ്യപ്പെട്ട വിശ്വസേവകനായ ബാബ തനിക്ക് സമാനം തൻ്റെ കുട്ടിയെയും വിശ്വസേവാധാരിയാക്കി മാറ്റുകയാണ്. ബാബ തൻ്റെ സർവശക്തികളും വില്ലായി എനിക്ക് പകർന്നു നൽകുകയാണ്. സർവശക്തിവാനെ പോലെ സർവശക്തികളുടെയും കരുത്തുണ്ടെങ്കിലേ കുഞ്ഞെ ശക്തികളാണ് വിശ്വസേവകന് വേണ്ടുന്ന കവചം. ഈശ്വരീയ ശക്തികളാൽ ബാബ എൻ്റെ കവചം തയ്യാറാക്കി തരികയാണ്. അഷ്ടശക്തികളുടെയും ഉടുപ്പ് കോട്ടുപോലെ ഒന്നിൻ്റെ മേലൊന്നായി ബുള്ളറ്റ് പ്രൂഫ് കവചം പോലെ ശക്തികളാൽ കവചം തുന്നിത്തരികയാണ് ബാബ. സ്വയം ഭഗവാൻ എത്ര നിരഹങ്കാരിയായി മക്കളുടെ സേവനം ചെയ്യുന്നു. എല്ലാ തെറ്റുകളും ക്ഷമിച്ച് വീണ്ടും വീണ്ടും പഠിപ്പിച്ച് പാലിച്ച് എത്ര കരുത്താണ് ബാബ പകരുന്നത്.
എന്തെല്ലാം കയ്പ് സ്വഭാവം കാണിച്ചാലും നിത്യേന എൻ്റെ ബാബ മധുരമായ കുട്ടികളെ എന്ന് വിളിച്ച് വീണ്ടും ശിക്ഷണം നൽകുകയാണ്. ഒരു വിശ്വസേവാധാരിക്കുണ്ടായിരിക്കേണ്ട ലക്ഷണം ബാബ സ്വയം ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ എങ്ങനെ ബാബയെ പോലെ സേവാധാരിയായിരിക്കണം? ബാബ എന്നെ പഠിപ്പിക്കുകയാണ്. ബാബ ചെയ്ത് കാണിക്കുകയാണ്. സ്വയം ദൈവം തമ്പുരാൻ പക്ഷേ ദിവസവും മക്കൾക്ക് നമസ്കാരം പറയുന്ന ബാബ. ബാബ ബാബ എല്ലാം ചെയ്ത് കാണിച്ചുകൊണ്ട് എന്നെ പഠിപ്പിക്കുകയല്ലേ. ഇങ്ങനെയാണ് ഒരു വിശ്വസേവാധാരി ആകേണ്ടതെന്ന് ബാബ ചെയ്ത് കാണിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ബാബ. കുടുംബത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ബാബ വീട്ടിലാണെങ്കിലും ഞാനും വിശ്വസേവകനായ ബാബയെ പോലെ ആയിരിക്കണം സേവനം ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. ഇത് ബാബ എനിക്ക് പാഠം നൽകുകയാണ്. സ്വയം ഗുപ്തമായിരുന്ന മക്കളെ വിശ്വത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാക്കിക്കൊണ്ട് മുഴുവൻ വിശ്വത്തിൻ്റെ സേവനം ചെയ്യുന്ന ബാബ. പേരെല്ലാം ബ്രഹ്മകുമാരിമാർക്കും ബ്രഹ്മകുമാരന്മാർക്കും, ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും എൻ്റെ ബാപ്ദാദ. ഭഗവാന്റെ ലീല പേര് മുഴുവൻ മക്കൾക്ക്. ബാബ ഈ പഴയ ലോകത്തിൽ വന്ന് പഴയ ശരീരത്തെ രഥമായി എടുത്ത് പുതിയ ലോകം സ്ഥാപിക്കുകയല്ലേ. എന്നിട്ടും എൻ്റെ ബാബ ആ പുതിയ ലോകത്തിലേക്ക് ഒരു ദിവസത്തേക്ക് പോലും വരുന്നില്ലല്ലോ. ദൈവിക രാജ്യം സ്ഥാപിച്ച് മക്കളെ രാജ്യാധികാരിയാക്കി വിടുകയാണ്. കൽപ്പം മുഴുവനും പേര് മക്കൾക്ക്. ശ്രീകൃഷ്ണന് കൽപ്പം മുഴുവൻ പ്രസിദ്ധി, ശ്രീനാരായണന് കൽപ്പം മുഴുവൻ പ്രസിദ്ധി. അരക്കൽപ്പമെൻ്റെ ബാബയെ ഞങ്ങളാരും ഓർമ്മിക്കുക പോലുമില്ലല്ലോ. എന്നിട്ടും ബാബയ്ക്ക് ഒരു പരാതിയുമില്ല. ഒരു വിശ്വസേവാധാരിയുടെ ധാരണ എന്തായിരിക്കണമെന്ന് ബാബ എനിക്കിതിലൂടെയെല്ലാം പഠിപ്പിക്കാതെ പാഠം തരികയാണ്. ഒന്നിൻ്റെയും ക്രെഡിറ്റ് എടുക്കാതെ നിഷ്കാമ സേവാധാരി ഒരു ബാബ മാത്രമാണെന്ന്
മനസ്സിലായി ബാബ. ഡബിൾ കിരീടവും സിംഗിൾ കിരീടവും എല്ലാ മക്കൾക്ക് സ്വന്തം ദേഹം പോലുമില്ല. ഒരു വിലക്കൂടിയ വസ്ത്രവും വേണ്ട, ആഭരണവും വേണ്ട, ഇരിപ്പിടവും വേണ്ട. കേവലം ജ്യോതിർബിന്ദു സ്വരൂപത്തിൽ ബാബ രൂപത്തിൽ ബിന്ദു, ഗുണങ്ങളുടെ സിന്ധു, മുഴുവൻ ലോകത്തിന് രക്ഷകൻ, മുഴുവൻ ലോകത്തിൻ്റെ സേവാധാരി, മുഴുവൻ ലോകത്തിൻ്റെ വെളിച്ചം, വിശ്വത്തിൻ്റെ നാഥൻ. പക്ഷേ ഒരു വെളിച്ചം എന്നെന്നും വെളിച്ചമായി നിലകൊള്ളുന്നു. ഒരിക്കലും ഒരു ഷോ ഇല്ലല്ലോ ബാബയ്ക്ക്. ഞാനാണ് പരമാത്മാവെന്ന് കാണിക്കാൻ ഒരു ഷോയുമില്ലല്ലോ. വരുന്നതോ എത്ര ഗുപ്തമായി, പ്രവേശിക്കുന്നതും സാധാരണക്കാരനായ ബ്രഹ്മബാബയുടെ ഭ്രൂമധ്യത്തിൽ. അപ്പോഴും ലോകമറിയുന്നില്ലല്ലോ ബാബയെ. എത്ര വിരലിലെണ്ണാവുന്ന ആത്മാക്കളാണ് എൻ്റെ ബാബയെ തിരിച്ചറിയുന്നത്. ഇത്രയെല്ലാം മുഴുവൻ വിശ്വത്തിനായി ചെയ്യുന്ന ബാബ, ബാബയ്ക്ക് അപ്പോഴും പൂജ കിട്ടുമ്പോഴും സിംഗിൾ പൂജയേയുള്ളൂ. ഒരു ശിവലിംഗ രൂപത്തിലുള്ള പൂജ മാത്രം. മക്കൾക്കോ ഡബിൾ പൂജ. ശിവലിംഗത്തിനോടൊപ്പം സാലിഗ്രാമത്തിലും പൂജ. ദേവദേവി രൂപങ്ങൾ. എത്ര സുന്ദര വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയാണ് പൂജിക്കുന്നത്. അതിനും ബാബയ്ക്ക് പരാതിയില്ല. പൂജയും മക്കൾക്ക് ഡബിൾ. ഡബിൾ അധികാരികളുമാണ് കുട്ടികൾ. ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരികൾ, വൈകുണ്ഠത്തിൻ്റെയും അധികാരികൾ. ബാബ കേവലം ബ്രഹ്മാണ്ടത്തിൻ്റെ മാത്രം അധികാരിയാണ്. വൈകുണ്ഠത്തിലേക്ക് വരുന്നതേയില്ല. മക്കളെല്ലാം ഡബിൾ കിരീടം വെച്ച് നടക്കും. പവിത്രതയുടെ കിരീടവും അധികാരത്തിൻ്റെ കിരീടങ്ങളും. ബാബയോ ശരീരമേ ഇല്ലാത്ത ബാബയ്ക്ക് എന്ത് കിരീടം? ബാബാ, മീഠാ ബാബാ, വിശ്വസേവകൻ, വിശ്വസേവാധാരി. എത്ര ഗുപ്ത സേവാധാരിയാണ്. ഗുപ്തമാണെങ്കിലും മുഴുവൻ വിശ്വത്തിലും പ്രത്യക്ഷം. സർവരുടെയും ഹൃദയം കവർന്ന സേവാധാരി. എങ്ങനെയായിരിക്കണം വിശ്വസേവാധാരി എന്ന് എൻ്റെ ബാബ സംഗമയുഗത്തിൽ എന്നെ പഠിപ്പിച്ചു, കാണിച്ചു തന്നു. ഞാനും ബാബ എൻ്റെ ബാബയെപ്പോലെ ശിവബാബ സ്വയം കാണിച്ചു തന്നതുപോലെ
ബ്രഹ്മബാബ ജീവിച്ച് കാണിച്ചു തന്നതുപോലെ ബാബ്ദാദ രണ്ടുപേരും ചേർന്ന് വിശ്വസേവകൻ എങ്ങനെയായിരിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു തന്നു. കർമ്മം ചെയ്ത് കാണിച്ചു തന്നതുപോലെ ബാബയുടെ ഈ കുട്ടിയും ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ വിശ്വസേവാധാരിയായിരിക്കും. വിശ്വസേവകൻ്റെ ഗുണങ്ങളോടെ സേവനം ചെയ്യും. ഇന്ന് സർവശക്തികളുടെ കരുത്തുപയോഗിച്ച് ഭൃഗുടി മധ്യത്തിൽ രാജസിംഹാസനത്തിലിരുന്നുകൊണ്ട് ആത്മാവാകുന്ന രാജാവ് സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണത്തോടെ ബാബയ്ക്ക് സമാന വിശ്വസേവകനായി അല്പം പോലും ദേഹാഭിമാനത്തിൻ്റെ ദൗർബല്യങ്ങളില്ലാതെ സേവനം ചെയ്യും. ഇതാണ് ഇന്നത്തെ വ്രതം. വേൾഡ് സെർവൻറ്റ്. ഓം ശാന്തി. शब्दों में आपका धन्यवाद करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, दिन रात की ये सेवा हम याद करें। शब्दों में आपका धन्यवाद करें, दिन रात की ये सेवा हम याद करें। किन शब्दों में आपका धन्यवाद करें। बेहद का प्यार आपने हमको है दिया, हीरा हमें बनाकर श्रृंगार है किया। श्रीमत से मन चमन को आवाज हम करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, किन शब्दों में आपका धन्यवाद करें। खींचते हमारे प्यार में अब तक भी आ रहे हो, रथ को संभालते भी वादा
करें, दिन रात की ये सेवा हम याद करें। किन शब्दों में आपका धन्यवाद करें। संगम युग में बाबा आकर के मिलते रहना, हमने है सोचा आपसा बन कर के ही है रहना। दिल की यही है आरज़ू, प्रभु साथ हम